ഹായ് ഫ്രണ്ട്സ്, അപ്പുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമ്മുടെ റൂമിൽ തന്നെ ഒരു വയറിംഗ് സ്വിച്ച് ബോർഡ് നിർമ്മിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇതിനായി ആവശ്യമുള്ളത് നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ്. ഞാനിവിടെ 3 സ്വിച്ചിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 പിൻ സോക്കറ്റ്, 3 സ്വിച്ച്, ഒരു ഹോൾഡർ, ഒരു ബൾബ്. ഇനി നമുക്ക് സ്വിച്ച് ഇതിനകത്തോട്ട് പിടിപ്പിക്കാം. ഇപ്രകാരം നേരെ വെച്ച് വേണം നമ്മൾ സോക്കറ്റും സ്വിച്ചും പിടിപ്പിക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ മുറിയിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് സ്വിച്ച് കൂട്ടാവുന്നതാണ്. ഇച്ചിരി വലിപ്പത്തിലുള്ള ബോക്സ് എടുത്താൽ മതിയാവും. ഇപ്രകാരം ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് ലൈൻ കൊടുക്കാം. ഈ കറുപ്പ് വര വരുന്നത് ന്യൂട്രലാണ്. ഇത് നമ്മൾ സോക്കറ്റിൻ്റെ N എന്ന് പറയുന്ന ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. റെഡ് വയർ ലൈനാണ്. അത് നമ്മൾ സ്വിച്ചിൻ്റെ നേരെ താഴത്തായിട്ട് ഇപ്രകാരം സെറ്റ് ചെയ്യണം. മറന്നു പോകരുത്, റെഡ് ലൈനും ബ്ലാക്ക് ന്യൂട്രും. 3 പിൻ സോക്കറ്റിന് മുകളിലായിട്ട് കാണുന്ന ആ സെൻറ്ററായിട്ട് കാണുന്നതാണ് എർത്ത് വയർ കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് എർത്ത് വയർ കൊടുക്കുന്നില്ല. സ്വിച്ചിൽ ലൈൻ കൊടുത്തതിന് ശേഷം സ്വിച്ചിന് മുകളിലായിട്ടുള്ള ആ സ്ക്രൂ അഴിച്ചിട്ട് നമ്മൾ 3 പിൻ സോക്കറ്റിൻ്റെ L എന്ന് പറഞ്ഞ ആ ഭാഗത്തായിട്ട് ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. ന്യൂട്രൽ വയറും നമ്മുടെ ബൾബ് ഹോൾഡറായിട്ട് കണക്ട് ചെയ്ത് സോക്കറ്റായിട്ട് ബന്ധിപ്പിക്കണം. നമ്മൾ ഏത് സ്വിച്ചിലാണോ ബൾബിൻ്റെ വയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ബൾബിൻ്റെ വയറും കണക്ട് ചെയ്യണം. ഒന്നുകൂടെ ഇതിൻ്റെ വയറിങ് പരിചയപ്പെടുത്താം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ലൈൻ വരുന്നത് നേരെ നമ്മുടെ സ്വിച്ചിൻ്റെ അടിയിലോട്ടാണ്. സ്വിച്ചിൽ നിന്നും ഒരു വയർ നമ്മുടെ 3 പിൻ സോക്കറ്റിലോട്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈൻ വന്ന് കയറുന്നത് സ്വിച്ചിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്വിച്ചിലാണോ ഫാനോ ലൈറ്റോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ ഇതുപോലെ വയർ കണക്ട് ചെയ്താൽ മതിയാവും. എല്ലാ വയറും ന്യൂട്രലുമായിട്ട് ബന്ധിപ്പിക്കാൻ മറക്കരുത്. ഇതിൽ നമ്മൾ എർത്ത് വയർ കൊടുത്തിട്ടില്ല. എർത്ത് വയർ കൊടുക്കുന്നത് നമ്മുടെ സോക്കറ്റിൻ്റെ മുകളിലായിട്ട് ആ വലിയ പിന്നിലായിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഭിത്തിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഡെമോ ആയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വയറിംഗ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രകാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വയർ എല്ലാം ഒന്ന് ഒതുക്കി ഈ ബോക്സ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ബൾബിൻ്റെ വയർ കൊടുത്തിരിക്കുന്ന ഈ സ്വിച്ചിലാണ്. അപ്പോൾ ഈ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ബൾബ് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. നടുക്കത്തെ സ്വിച്ച് നമ്മൾ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്ക് ഫാൻ വേണമെങ്കിൽ ഫാൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് 3 പിൻ സോക്കറ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.